ICU പീഡന കേസിൽ അതിജീവതയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയതിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർക്ക് വീഴ്ച പറ്റിയതായി മനുഷ്യാവകാശ കമ്മീഷന്റെ അന്വേഷണ റിപ്പോർട്ട്. ഗൗരവമുള്ള കേസായിട്ടും പരിചയസമ്പന്നതയില്ലാത്ത ഡോക്ടറെ കൊണ്ടാണ് വൈദ്യപരിശോധന നടത്തിയതെന്നും മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. സ്ത്രീകളുടെ വാർഡുകളിൽ പുരുഷ അറ്റൻഡർമാരെ നിയോഗിക്കുന്നത് ഒഴിവാക്കാൻ ആരോഗ്യവകുപ്പിനോട് ആവശ്യപ്പെടണമെന്ന നിർദ്ദേശവും റിപ്പോർട്ടിലുണ്ട്. ശരീരത്തിലെ മുറിവുകൾ കൃത്യമായി രേഖപ്പെടുത്താതെയും വേണ്ട രീതിയിൽ പരിശോധന നടത്താതെയുമാണ് ICU പീഡന കേസിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടറായ KV പ്രീത മെഡിക്കോ ലീഗൽ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കിയതെന്നായിരുന്നു അതിജീവതയുടെ പരാതി. ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയ മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ വിഭാഗം ഡിവൈഎസ്പി തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ടിലാണ് സുപ്രധാന കണ്ടെത്തലുകൾ ഉള്ളത്. ലൈംഗിക പീഡന കേസുകളിൽ വൈദ്യപരിശോധന നടത്തുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ ഈ കേസിൽ ഉണ്ടായിട്ടില്ല. മെഡിക്കൽ കോളേജിലെ ജീവനക്കാരൻ തന്നെ ആരോപണ വിധേയനായ കേസ് ഗൗരവമായി എടുക്കേണ്ടതായിരുന്നു. മെഡിക്കോ ലീഗൽ കേസുകൾ കൈകാര്യം ചെയ്ത് പരിചയമുള്ള ഡോക്ടറെയാണ് വൈദ്യപരിശോധനയ്ക്ക് നിയോഗിക്കേണ്ടിയിരുന്നത്. എന്നാൽ അക്കാര്യത്തിൽ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് വീഴ്ചയുണ്ടായി. അതിജീവതയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയ ഡോക്ടർ പ്രീതയ്ക്ക് ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്ത പരിചയമില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. വൈദ്യപരിശോധനയ്ക്കുള്ള 2 അപേക്ഷകളിലും പീഡനം സംബന്ധിച്ച കാര്യങ്ങൾ വിശദമാക്കിയിരുന്നു. ആ അപേക്ഷ വായിച്ചിരുന്നെങ്കിൽ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് കേസിന്റെ ഗൗരവം മനസ്സിലാകുമായിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട്. ഈ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ കുറ്റക്കാർക്കെതിരെ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് അതിജീവത ആവശ്യപ്പെട്ടു. 2023 മാർച്ച് 18-നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICUവിൽ വെച്ച് യുവതി പീഡിപ്പിക്കപ്പെട്ടത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ICUവിലേക്ക് മാറ്റിയപ്പോൾ അറ്റൻഡറായ ശശീന്ദ്രൻ യുവതിയെ പീഡിപ്പിക്കുകയായിരുന്നു. ഇയാൾ പിന്നീട് അറസ്റ്റിലായി.